ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇംഗ്ലീഷിലെ നമ്മുടെ 3rd യൂണിറ്റ് ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ യൂണിറ്റ് ടെൻഡർ ഷൂട്ട്സ്. ഓക്കെ, ടെൻഡർ ഷൂട്ട്സ് എന്നുള്ള ടെൻഡർ ഷൂട്ട് എന്ന യൂണിറ്റിന്റെ ഫസ്റ്റ് പേജ് ആണ് ഇവിടെ കാണുന്നത്. എന്താണ് ഇവിടുത്തെ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മുടെ ഫസ്റ്റ് പേജിൽ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം തന്നിട്ടില്ലേ? എന്താണ് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? നേച്ചർ, പ്രകൃതിയുടെ ഭംഗി ഇല്ലേ? പ്രകൃതിയുടെ ഭംഗിയാണ് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് വളരെയധികം മനസ്സിലാക്കാൻ പറ്റുന്നത്. എത്രത്തോളം മനോഹാരിത നിറഞ്ഞതാണ് നമ്മുടെ പ്രകൃതി എന്ന് നമുക്ക് ചിത്രം കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? ഒരു അച്ഛനും കുട്ടിയും കൂടെ നിന്നിട്ട്, അച്ഛനും മകളും കൂടെ നിന്ന് ആ പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുകയാണ്. ഇവിടെ ചെറിയൊരു കോട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് വായിച്ചു നോക്കാം. When we plant a tree, we plant hope. നമ്മളൊരു ചെടി നടുമ്പോൾ, ഒരു ട്രീ നടുക എന്ന് വെച്ചാൽ ഒരു ചെടി നടുന്ന സമയത്ത് എന്താണ്, ഒരു പ്രതീക്ഷ കൂടിയാണ് നമ്മൾ നടുന്നത് എന്നാണ് ഇവിടെ കോട്ടിങ്സിൽ പറയുന്നത്. അത് നമ്മുടെ ഇവിടെ നോക്കുക, അടുത്തത് ഡോർവേയില് ഒരു പിക്ചർ, വേറൊരു ചിത്രം കൊടുത്തിട്ട് ഇത് നേച്ചറുമായിട്ട് പ്രകൃതിയോട് വളരെ അധികം അടുത്ത് നിൽക്കുന്ന ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? എന്താ ഈ ചിത്രത്തിൽ കാണുന്നത്? എന്തൊക്കെയാണ്? എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? എന്തൊക്കെയാ? വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? എന്താണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്? ഒരു കുട്ടി ഇവിടെ കളിക്കുകയാണ്. ഒരു ബോയ് ഉണ്ട്. ആ ബോയ് എന്താണ് ഇവിടെ, ഫോറസ്റ്റ് ആവാം, ഗാർഡൻ ആവാം അല്ലെ? ഫോറസ്റ്റ് ആയിരിക്കും. കുറേ തരത്തിലുള്ള അനിമൽസ് ഇവിടെ കാണുന്നില്ലേ? പിന്നെ പോണ്ട് ഉണ്ട്. അപ്പൊ പല തരത്തിലുള്ള ക്രിയേച്ചേഴ്സ് അല്ലെ, പല തരത്തിലുള്ള അനിമൽസ് ആണ് ഇവിടെ ചിത്രത്തിലുള്ളത്. അപ്പൊ ആ കുട്ടി അതെല്ലാം ആസ്വദിക്കുകയാണ്, എൻജോയ് ചെയ്യുകയാണ്. ആ കുട്ടി അവിടെ കളിക്കുകയാണ് ചെയ്യുന്നത്. വളരെ സന്തോഷത്തോടെയാണ്. കുട്ടി സങ്കടത്തോടെയാണ് നിൽക്കുന്നത്? അല്ല, വളരെയധികം ഹാപ്പി ആയിട്ടാണ് ആ കുട്ടി അവിടെ നിൽക്കുന്നത്. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? ഹൗ ഡു യു ഫീൽ? നിങ്ങൾക്ക് എന്താണ് ചിത്രം കാണുമ്പോൾ എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? എന്താണ് വളരെ ചിത്രം കാണുമ്പോൾ ഹാപ്പി ആണോ, സാഡ് ആണോ? നിങ്ങൾക്ക് എന്ത് ഇമോഷൻസ് ആണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്? എന്താണ് ഈ ചിത്രത്തിൽ നിന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നത് എന്നാണ് ചോദ്യം. എന്താണ്? ദർ ഇസ് എ ബോയ് പ്ലേയിങ് ഇൻ ദ ഫോറസ്റ്റ് ആൻഡ് ഹീസ് ഹാപ്പി. ആ കുട്ടി കാട്ടിൽ കളിക്കുകയാണ് അല്ലെ, പല തരത്തിലുള്ള ജീവികളുമായിട്ട് ഇടപഴകി, ആ പ്രകൃതിയോട് തന്നെ ഇടപഴകി കളിക്കുകയാണ്. വെൻ എൻജോയിങ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ ഐ ഫീൽ സോ കാം ആൻഡ് ഹാപ്പി. നമ്മൾ നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ, പ്രകൃതിയെ എൻജോയ് ചെയ്യുന്ന സമയത്ത്, പ്രകൃതിയിലെ കാഴ്ചകൾ എൻജോയ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും ഫീൽ ചെയ്യുക? വളരെ കാം ആയിരിക്കും, വളരെയധികം ഹാപ്പി ആയിരിക്കും അല്ലെ? അതാണ് ഇവിടുത്തെ ചോദ്യം. അടുത്ത ചോദ്യം, ക്യാൻ വി തിങ്ക് ഓഫ് നേച്ചർ ആസ് അവർ ഫ്രണ്ട്? വൈ? അപ്പൊ നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് ആയിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരിയായിട്ട് നിങ്ങൾ കരുതുന്നുണ്ടോ നേച്ചർ, പ്രകൃതിയെ? തീർച്ചയായിട്ടും അല്ലെ, തീർച്ചയായിട്ടും. വൈ? Yes, nature is our friend because nature gives us many wonderful things. പ്രകൃതി നമുക്ക് ഒരുപാട് വളരെയധികം വണ്ടർഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തരുന്നത് ആരാണ്? പ്രകൃതിയാണ് അല്ലെ? ദൈവത്തിന്റെ ഒരു ഗിഫ്റ്റ് തന്നെയാണ് ഈ നേച്ചർ അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറയുന്നത്. നേച്ചർ gives the fresh air, pure water, food and shelter to us as a gift. പ്രകൃതിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇതെല്ലാം തരുന്നത് അല്ലേ? നല്ല ശുദ്ധവായു, അതുപോലെ നമുക്ക് ശുദ്ധമായ വെള്ളം, ഫുഡ്, നമുക്കുള്ള ഷെൽട്ടർ, ഇതെല്ലാം തരുന്നത് ആരാണ്? നേച്ചർ ആണ്. അപ്പൊ ദൈവം തന്നൊരു ഗിഫ്റ്റ് ആണ് ഈ നേച്ചർ, ഈ പ്രകൃതി എന്ന് പറയുന്നത്. ആ പ്രകൃതി നമുക്ക് തരുന്ന ഓരോ ഗിഫ്റ്റ് ആണ് ഈ പറയുന്ന ഫ്രഷ് എയർ ആയിക്കോട്ടെ, ശുദ്ധമായ വായു, വെള്ളം, ഭക്ഷണം, ഇതെല്ലാം തന്നെ പ്രകൃതിയാണ് നമുക്ക് നൽകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും പ്രകൃതിയെ എന്ത് ചെയ്യാം? നമ്മുടെ ഫ്രണ്ട് ആയിട്ട് കരുതാം. നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും പ്രകൃതിയെ ഉപദ്രവിക്കാൻ നിൽക്കരുത്. നമ്മൾ ഹാംഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പ്രകൃതിയെ ചെയ്യരുത്. ഓക്കെ, നെക്സ്റ്റ്. Here the boy is very happy and is singing a song. ഇവിടെ കണ്ടോ, ഈ ബോയ് വളരെയധികം ഹാപ്പിയാണ് അല്ലേ? അപ്പൊ അവൻ ഹാപ്പി ആയിട്ട് ഒരു സോങ് പാടുകയാണ്, ഒരു പാട്ട് പാടുകയാണ്. നമുക്ക് വായിച്ചു നോക്കാം. Oh little butterfly, come and play with me. The day is bright, the sky is blue. Come and sing with me. Hey little grasshopper, come and dance with me. Friends we have all around, never feel afraid. അപ്പോൾ എന്താണ് ആ കുട്ടി ആ പ്രകൃതിയിലേക്ക് നോക്കിയിട്ട് പാടുകയാണ്, ആ നേച്ചറിലേക്ക് നോക്കി പാടുകയാണ്. Oh little butterfly, come and play with me. ആരോടാണ് കളിക്കാൻ വരാൻ പറയുന്നത്? ബട്ടർഫ്ലൈയോട് അല്ലെ, പൂമ്പാറ്റയോട് എൻ്റെ കൂടെ വന്ന് കളിക്കൂ, വാ എൻ്റെ കൂടെ വന്ന് കളിക്കൂ എന്ന് പൂമ്പാറ്റയെ വിളിക്കുകയാണ്, കളിക്കാൻ ക്ഷണിക്കുകയാണ്. The day is bright, the sky is blue. Come and sing with me. അപ്പൊ സമയം എന്താണ്? പകൽ സമയമാണ്, നല്ല ബ്രൈറ്റ് ആയിട്ട്, വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഡേ ആണ്. സ്കൈ നീല നിറത്തിൽ ആകാശം തെളിഞ്ഞു കാണുന്നു. വരൂ, വന്നിട്ട് എൻ്റെ കൂടെ പാട്ടുപാടി കളിക്കാം, നമുക്ക് പാട്ടുപാടി കളിക്കാം. Come and sing with me, എൻ്റെ കൂടെ പാട്ട് പാടൂ എന്ന് ബട്ടർഫ്ലൈയെ വിളിക്കുകയാണ്. അടുത്ത സ്റ്റാൻസ് നോക്കിക്കേ. Hey little grasshopper, come and dance with me. Grasshopper, പുൽച്ചാടി. ഗ്രാസ്ഹോപ്പർ എന്ന് വെച്ചാൽ പുൽച്ചാടിയാണ്. ചിത്രത്തിൽ കാണുന്നുണ്ടാവും പുൽച്ചാടി, ഇത് അവിടെ ഇരിക്കുന്നത്, ഇതാണ് ഗ്രാസ് ഹോപ്പർ. ഗ്രാസ് ഹോപ്പറെ വിളിക്കുന്നത് എന്തിനാണ്? എൻ്റെ കൂടെ വന്ന് ഡാൻസ് കളിക്കൂ എന്നാണ് ഗ്രാസ് ഹോപ്പറിനോട് പറയുന്നത്. ആരാ പറയുന്നത്? ആ ബോയ് പറയാണ്. Friends we have all around, never feel afraid.
നമ്മുടെ ചുറ്റും എല്ലാം ഉണ്ട്. അപ്പൊ ഒന്നിനും ആലോചിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. അഫ്രൈഡ് എന്ന് വെച്ചാൽ എന്താണ്? ഭയം. അപ്പൊ ഒന്നിനും ആലോചിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു സോങ് ആണ്, വളരെ ഹാപ്പി ആയിട്ട് ആ ബോയ് പാടുന്ന ഒരു സോങ് ആണ് ഇവിടെ. സിംഗ് ദ സോങ് അലോങ് വിത്ത് യുവർ ടീച്ചർ. അപ്പൊ നിങ്ങളുടെ ടീച്ചറോടൊപ്പം ഈ പാട്ട് പാടാനാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. ഹിയർ ഇസ് എ പോം that shows how nature is a good companion and guardian. അപ്പൊ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് ഒരു പോമാണ്, ഒരു ചെറിയൊരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അതായത് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ഒരു ചെറിയൊരു പോമാണ് തന്നിരിക്കുന്നത്, ഒരു ചെറിയൊരു കവിത. അപ്പൊ എന്താണ് ഈ കവിത, എന്തിനെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത് വെച്ചാൽ നേച്ചർ, പ്രകൃതി. നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിൽ കംപ്ലീറ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നേച്ചറെ കുറിച്ചാണ്, പ്രകൃതിയെ കുറിച്ച് തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണോ നമ്മുടെ ഈ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് എന്താ? പ്രകൃതി, നേച്ചർ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് നമ്മുടെ ഗുഡ് കമ്പാനിയൻ ആവുന്നത്, നമ്മുടെ ഒരു ഗുഡ് ഗാർഡിയൻ ആവുന്നത്. ഒരു ഗാർഡിയൻ എന്ന് വെച്ചാൽ എന്താ? രക്ഷകർത്താവ് അല്ലെ. നമ്മുടെ രക്ഷകർത്താവ് ആവുന്നത് എങ്ങനെയാണ്? പ്രകൃതി എന്നൊക്കെയാണ് നമ്മുടെ ഈ ദ മൂൺ എന്ന പോമിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, മൂന്നാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് ദ മൂൺ. ഓക്കെ, മൂൺ എന്ന് വെച്ചാൽ അറിയാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല അല്ലെ. മൂൺ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ചന്ദ്രൻ അല്ലെങ്കിൽ അമ്പിളിമാമൻ എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് മൂൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഫസ്റ്റ് സ്റ്റാൻസ് വായിച്ചു നോക്കാം. ഫസ്റ്റ് സ്റ്റാൻസ്, 3 സ്റ്റാൻസയാണ് മൂൺ എന്നുള്ള പോയത്തിലുള്ളത്, 3 സ്റ്റാൻസയാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അത് ഫസ്റ്റ് സ്റ്റാൻസ് വായിക്കാം. The moon has a face like the clock in the hall. She shines on thieves on the garden wall, on trees and fields and harbor quays, and birdies asleep in the forks of the trees. അപ്പോൾ നോക്കൂ എന്താ പറയുന്നത്, അതായത് the moon has a face like the clock in the hall. മൂൺ ചന്ദ്രനെ കാണാൻ, അമ്പിളിമാമനെ കാണാൻ എങ്ങനെയാണ് ഉള്ളത് എന്നാണ് ഈ ഫസ്റ്റ് ലൈനിൽ പറയുന്നത് അല്ലെ. അമ്പിളിമാമനെ കാണാൻ, അതായത് ചന്ദ്രനെ കാണാൻ, മൂണിന്റെ ഫേസ് കാണാൻ എങ്ങനെയാണുള്ളത്? ഹോളിൽ തൂക്കിയിട്ടുള്ള ക്ലോക്ക് പോലെ, വാച്ച് പോലെ, അല്ലെങ്കിൽ നമ്മൾ ഹോളിലൊക്കെ തൂക്കിയിട്ടുണ്ടാവുക വാച്ച്, വട്ടത്തിലുള്ള ക്ലോക്ക് ഉണ്ടാവില്ലേ, ആ ക്ലോക്ക് പോലെയാണ് മൂണിന്റെ ഫേസ് കാണാനുള്ളത്. മൂണിനെ കാണാൻ അതുപോലെ ഉണ്ട് എന്നാണ് പറയുന്നത്. ആർക്കാ അങ്ങനെ തോന്നുന്നത്? പോയറ്റിന് തോന്നുന്നുണ്ട് അല്ലെ. പോയറ്റിന് മൂണിനെ കാണുമ്പോൾ, ഫുൾ മൂണിനെ കാണുന്ന സമയത്ത് എങ്ങനെയാ തോന്നുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ മൂണ്? നമുക്കറിയാം മൂൺ എല്ലാ ഡേയും ഒരേപോലെയാണോ കാണാനുണ്ടാവുക? അല്ല, സൈസ് എങ്ങനെയായിരിക്കും? കൂടി കൂടി വരും, അങ്ങനെ ഫുൾ മൂൺ ആവും അല്ലെ. അപ്പൊ എങ്ങനെയായിരിക്കും? അങ്ങനെ ആ ഓരോ ഡേയും ഓരോ ഡിഫറെന്റ് ആയിരിക്കും. അവസാനം ആ ഫുൾ മൂൺ ആവുന്ന ഡേ എന്ന് പറഞ്ഞാൽ വട്ടത്തിലായിട്ടുള്ള ആ ഫുൾ മൂണിനെ കാണാൻ ഇവിടെ എങ്ങനെയാണെന്നാണ് പറയുന്നത്? ഹോളിൽ തൂക്കിയിട്ടുള്ള വാച്ച്, ക്ലോക്ക് പോലെ, ഹോളിൽ തൂക്കിയിട്ടുള്ള ക്ലോക്ക് പോലെയാണ് എന്നാണ് പറയുന്നത്. ആരാ പറയുന്നത്? പോയറ്റ് പറയാണ് കേട്ടോ. She shines on thieves on the garden wall, on streets and fields and harbor quays. ഇവിടെ she എന്ന് പറയുന്നത് ആരെയാണ് പറയണത്? മൂണിനെയാണ് പറയണത്. ഓക്കെ, അതായത് ഇവിടെ മൂണിനെ സ്ത്രീയുമായിട്ടാണ് നമ്മുടെ പോയിന്റ് കമ്പയർ ചെയ്യുന്നത്, സ്ത്രീ ആയിട്ടാണ് കണക്കാക്കുന്നത്, കാണുന്നത്. ഓക്കെ, ഇത് മൂണിനെ ഷീ ആയിട്ടാണ് പറയുന്നത്. മൂൺ എന്ന് പറയുന്നത് ഒരു സ്ത്രീ ആയിട്ടാണ് ഇവിടെ പോയിന്റ് വർണ്ണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഷീ ഷൈൻസ് ഓൺ തീവ്സ് ഓൺ ദ ഗാർഡൻ വോൾ. ഷീ ഷൈൻസ് എന്ന് വെച്ചാൽ മൂൺ തിളങ്ങുന്നത്, മൂണിന്റെ ആ തിളക്കം എവിടെയൊക്കെ തട്ടുന്നുണ്ട്? മൂണിന്റെ ആ ഒരു വെളിച്ചം, അതായത് നമുക്കറിയാം രാത്രി സമയങ്ങളിൽ നിലാവ് ഉണ്ടാവില്ല. അപ്പൊ ആ നിലാവാണ് മൂൺ ഷൈൻ ചെയ്യുന്നു എന്ന് പറയുന്നത്, മൂണിന്റെ ആ വെളിച്ചം അല്ലെ, ആ തിളക്കം. അത് എവിടെയെല്ലാം തട്ടുന്നുണ്ട്? തീവ്സ് ഓൺ ദ ഗാർഡൻ വോൾ. തീവ്സ് എന്ന് വെച്ചാൽ ആരാ? കള്ളന്മാര്. നമുക്കറിയാം രാത്രി കാലങ്ങളിലല്ലേ ഈ രാത്രി കള്ളന്മാർ ഇറങ്ങാറുണ്ട് അല്ലെ. തീവ്സ് ഇറങ്ങുന്നത് കൂടുതലും രാത്രി സമയങ്ങളിലാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? മതിലൊക്കെ ചാടി, വാൾസ്, വലിയ വലിയ മതിലുകളെല്ലാം ചാടി, ഗാർഡൻ വാൾസ് എല്ലാം ചാടി വരുന്നു. അപ്പൊ അവരിൽ തട്ടുന്നു ആ ഷൈൻസ്, ആ വെളിച്ചം തട്ടുന്നു. തീവ്സ് ഓൺ ദ ഗാർഡൻ വാൾ. ഓൺ സ്ട്രീറ്റ്സ്, എവിടെയൊക്കെയാണ് പിന്നെ? സ്ട്രീറ്റുകളിൽ, വഴികളിലെല്ലാം വീഴുന്നു. അതായത് ആ നിലാവ്, മൂണിന്റെ നിലാവ്, ആ നിലാവ് വെളിച്ചം സ്ട്രീറ്റുകളിൽ വീഴുന്നു. ഫീൽഡ്, വയലുകളും പാടങ്ങളിലും വീഴുന്നു. ആൻഡ് ഹാർബർ ക്വൈസ്, ഹാർബർ എന്ന് വെച്ചാൽ തുറമുഖം, ഷിപ്പൊക്കെ നിർത്തുന്ന ഇതാണ് നമ്മൾ ഹാർബർ എന്ന് പറയുന്നത്. തുറമുഖം എന്നാണ് മലയാളത്തിൽ പറയുക. ഹാർബർ ക്വൈസ് എന്ന് വെച്ചാൽ തുറമുഖത്തിന്റെ കടവുകൾ. അവിടെയും എന്ത് വീഴുന്നു? മൂണിന്റെ ഷൈൻ, അതായത് മൂണിന്റെ ആ വെളിച്ചം, നമ്മുടെ ചന്ദ്രന്റെ ആ ഒരു ലൈറ്റ്സ് അവിടെ എല്ലാം തട്ടുന്നുണ്ട്. പിന്നെ എവിടെയാണ് തട്ടുന്നത്? ആൻഡ് ബേർഡീസ് അസ്ലീപ് ഇൻ ദ ഫോക്സ് ഓഫ് ദ ട്രീസ്. പിന്നെ എവിടെയാണ്? രാത്രി എവിടെയാണ് ബേർഡ്സ് ഉറങ്ങുന്നത്? മരത്തിന്റെ ഫോർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ 2 മരക്കൊമ്പുകൾ പോകുമ്പോൾ അതിന്റെ ഇടയിലുള്ള ഈ സ്ഥലം, ഇതാണ് ഫോർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ ഫോർക്കുകളിൽ കിടന്ന് അവിടെ ഇരുന്ന് ഉറങ്ങുന്ന ബേർഡീസ് വെച്ചാൽ ബേർഡ്സ്. ഓക്കെ, ബേർഡീസിന്റെ മേലെയും എന്ത് വീഴുന്നുണ്ട്? നമ്മുടെ മൂണിന്റെ ഷൈൻ, മൂണിന്റെ വെളിച്ചം വന്ന് വീഴുന്നുണ്ട്.
the squealing cat and the squeaking mouse, the howling dog by the door of the house, the bat that lies in bed at noon, all love to be out by the light of the moon. പിന്നെ നമ്മുടെ മൂണിന്റെ ലൈറ്റ്, അതായത് നമ്മുടെ അമ്പിളിമാമന്റെ ചന്ദ്രന്റെ ആ വെളിച്ചം, ആ നിലാവ് ഇഷ്ടപ്പെടുന്നവർ ആരൊക്കെയാണ്? അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റാൻസിൽ പറയുന്നത്. ദ സ്ക്വെല്ലിംഗ് കാറ്റ്, രാത്രികാലങ്ങളും, കാരണം ആരൊക്കെയാണ് രാത്രികാലങ്ങളിൽ ഇറങ്ങുന്ന ക്രിയേച്ചേഴ്സ്, ജീവികൾ ആരൊക്കെയാണെന്നാണ് ഇവിടെ നമ്മുടെ രണ്ടാമത്തെ സ്റ്റാൻസിൽ പറയുന്നത്. ആരൊക്കെയാണ്? കാറ്റ്, സ്ക്വെല്ലിംഗ് കാറ്റ് എന്ന് വെച്ചാൽ കാറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു ശബ്ദത്തെയാണ്, കാറ്റിന്റെ ആ ഒരു കരച്ചിലിനെയാണ് ഇവിടെ സ്ക്വെല്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, കാറ്റിന്റെ ആ ഒരു ക്രൈ, ആ ഒരു സൗണ്ടിനെയാണ് സ്ക്വെല്ലിംഗ് എന്ന് പറയുന്നത്. അതുപോലെ മൗസ് ഉണ്ടാക്കുന്ന ശബ്ദമാണ് സ്ക്യൂക്കിംഗ്. അതുപോലെ ഡോഗ് ചെയ്യുന്ന ഹൗളിംഗ് ചെയ്യുന്ന ഓരിയിടുക എന്നൊക്കെ പറയും. ആ ഡോഗ് ചെയ്യുന്ന ഹൗളിംഗ്. അപ്പൊ ആരൊക്കെയാണ്? പിന്നെ ആരാളുള്ളത്? ബാറ്റ്, അറിയാലോ, ബാറ്റ് എന്ന് വെച്ചാൽ എന്താ? വവ്വാല്. അപ്പൊ ഇവരൊക്കെ ആരാണ്? രാത്രിയെ ഇഷ്ടപ്പെടുന്ന ജീവികളാണ്. രാത്രിയിലുള്ള മൂണിന്റെ ആ ഒരു ലൈറ്റിനെ, ആ ഒരു പ്രകാശത്തെ, ആ ഒരു വെളിച്ചത്തെ ഇഷ്ടപ്പെടുന്ന, ലവ് ചെയ്യുന്ന ക്രിയേച്ചേഴ്സ് ആണ് ഇവരൊക്കെ. ആരൊക്കെയാണ്? സ്ക്വെല്ലിംഗ് കാറ്റ് ആൻഡ് ദ സ്ക്യൂക്കിംഗ് മൗസ്, ഹൗളിംഗ് ഡോഗ് ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ്. ഡോഗ് ഹൗൾ ചെയ്യുന്നു, ഓരിയിടുന്നു. എവിടെ നിന്നാണ്? വീടിന്റെ ഡോറിന്റെ ഫ്രണ്ടിൽ നിന്ന് ഹൗൾ ചെയ്യുന്ന ഡോഗിനും. അതേപോലെ തന്നെ ദ ബാറ്റ് ദാറ്റ് ലൈസ് ഇൻ ബെഡ് അറ്റ് നൂൺ, പകൽ സമയം, നമുക്കറിയാം ബാറ്റ് എന്ന് പറയുന്നത് എന്താണ്? വവ്വാലാണ് അല്ലെ. ബാറ്റിന്റെ പ്രത്യേകത എന്താ? പകൽ സമയം മുഴുവൻ ഉറങ്ങും, രാത്രി കാലങ്ങളിലാണ് പുറത്തിറങ്ങുക അല്ലെ. അപ്പൊ നൂൺ, ബെഡ് അറ്റ് നൂൺ എന്ന് വെച്ചാൽ നൂൺ എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക്. അപ്പൊ ഉച്ചയ്ക്കും കിടന്നുറങ്ങുന്ന ബാറ്റിനും എല്ലാം തന്നെ എന്ത് ഇഷ്ടമാണ്? ഓൾ ലവ് ടു ബി ഔട്ട് ബൈ ദ ലൈറ്റ് ഓഫ് ദ മൂൺ. എല്ലാവർക്കും തന്നെ രാത്രിയില് നിലാവെളിച്ചത്തിൽ, നമ്മുടെ മൂണിന്റെ ലൈറ്റില് പുറത്തു വരുന്നത് എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള കാര്യമാണ്. ആ ഒരു ലൈറ്റ് എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള കാര്യമാണ് എന്നാണ് ഇവിടെ രണ്ടാമത്തെ സ്റ്റാൻസിൽ പറയുന്നത്. അടുത്ത മൂന്നാമത്തെ സ്റ്റാൻസ് നോക്കിക്കേ. ബട്ട് ഓൾ ഓഫ് ദ തിങ്സ് ദാറ്റ് ബിലോങ് ടു ദ ഡേ. പക്ഷെ നമ്മുടെ ഈ രാത്രി സമയം ഇഷ്ടപ്പെടാതെ, ഈ രാത്രി എൻജോയ് ചെയ്ത് പുറത്തിറങ്ങുന്ന ആൾക്കാരെ കുറിച്ചാണ്, ആ രാത്രിയിൽ നിലാവെളിച്ചത്തെ ഇഷ്ടപ്പെട്ട് പുറത്തിറങ്ങുന്ന ആ ക്രിയേച്ചേഴ്സിനെ കുറിച്ച്, ജീവികളെ കുറിച്ചാണ് രണ്ടാമത്തെ സ്റ്റാൻസിൽ പറഞ്ഞത് അല്ലെ. അല്ല, ഈ മൂന്നാമത്തെ സ്റ്റാൻസിൽ പറയുന്നത് അങ്ങനെ രാത്രി സമയങ്ങളൊന്നും ഇഷ്ടപ്പെടാതെ പകൽ സമയത്ത് മാത്രം ഈ ഇറങ്ങി നടക്കുക, അല്ലെങ്കിൽ പകൽ സമയം മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കുറിച്ച്, അവർ രാത്രിയിൽ എന്താ ചെയ്യുന്നത്, അതേക്കുറിച്ചാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റാൻസിൽ പറയുന്നത്. ബട്ട് ഓൾ ഓഫ് ദ തിങ്സ് ദാറ്റ് ബിലോങ് ടു ദ ഡേ cuddle to sleep to be out of her way, and flowers and children close their eyes till up in the morning the sun shall arise. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? ബട്ട് ഓൾ ഓഫ് ദ തിങ്സ് ദാറ്റ് ബിലോങ് ടു ദ ഡേ, അതായത് പകൽ സമയം ഇഷ്ടപ്പെടുന്ന മറ്റുള്ള എല്ലാം തന്നെ, കർഡിൽ ടു സ്ലീപ് ടു ബി ഔട്ട് ഓഫ് ഹെർ വേ, അവരെന്ത് ചെയ്യുന്നില്ല? ഇതുപോലെ പൂനിലാവ് ആസ്വദിച്ച് പുറത്തിറങ്ങുകയൊന്നും ചെയ്യുന്നില്ല. പകരം എന്താണ്? ഉറക്കത്തെ, കർഡിൽ ടു സ്ലീപ് എന്ന് പറഞ്ഞാൽ ഉറക്കത്തെ കെട്ടിപ്പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ രാത്രി സമയങ്ങളിൽ ഉറങ്ങുകയാണ് ചെയ്യുന്നത്. രാത്രി സമയങ്ങൾ ഉറങ്ങാനാണ് അവരെ ഇഷ്ടപ്പെടുന്നത്. ആൻഡ് ഫ്ലവേഴ്സ് ആൻഡ് ചിൽഡ്രൻ, പിന്നെ ആരൊക്കെയാണ്? ആൻഡ് ഫ്ലവേഴ്സ് ആൻഡ് ചിൽഡ്രൻ ക്ലോസ് ദെയർ ഐസ്, പിന്നെ പൂക്കളും കുട്ടികളും എന്ത് ചെയ്യുന്നു? രാത്രി സമയങ്ങളിൽ അവർ കണ്ണുകൾ അടയ്ക്കുന്നു. ഇവിടെ പൂക്കൾ കണ്ണുകൾ അടയ്ക്കുന്നു എന്ന് ഉദ്ദേശിച്ചത് വർണ്ണിച്ച് പറയുകയാണ്. എങ്ങനെയാണ്? ഫ്ലവേഴ്സ് എന്ത് ചെയ്യും? അതിന്റെ ഫെദേഴ്സ്, അതിന്റെ പെറ്റൽസ് ഒക്കെ ക്ലോസ് ചെയ്ത് അതെന്ത് ചെയ്യും? പകൽ സമയത്താണ് വിരിഞ്ഞ് നിൽക്കുക. രാത്രി സമയങ്ങളിൽ അങ്ങനെ വിരിഞ്ഞ് സന്തോഷത്തോടെ നല്ല നിൽക്കുക, ഉറങ്ങുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. ഫ്ലവേഴ്സ് മാത്രമല്ല, കുട്ടികളും എന്ത് ചെയ്യുന്നു? ക്ലോസ് ദെയർ ഐസ്, കണ്ണുകൾ അടച്ച് ഉറങ്ങുന്നു. എപ്പോ വരെ, ഏത് സമയം വരെയാണ് അവർ ഉറങ്ങുന്നത്? ഫ്ലവേഴ്സും ചിൽഡ്രൻസ് ഒക്കെ എപ്പോ വരെയാണ് ഉറങ്ങുക? ടിൽ അപ്പ് ഇൻ ദ മോർണിംഗ് ദ സൺ ഷോൾ അറൈസ്, അടുത്ത ദിവസം സൂര്യൻ ഉദിക്കുന്നത് വരെ അവരെല്ലാം ഉറങ്ങുന്നു. അപ്പൊ ഈ നമ്മുടെ ലാസ്റ്റ് സ്റ്റാൻസിൽ എന്താ പറയുന്നത്? ഈ നൈറ്റില് മൂണിന്റെ ലൈറ്റ് ഒക്കെ ആസ്വദിക്കുന്ന ആൾക്കാരെ കുറിച്ചല്ല പറയുന്നത്, പകൽ ആസ്വദിച്ച് അതുപോലെ രാത്രി സമയങ്ങളിൽ ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കുറിച്ചാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റാൻസ്, ലാസ്റ്റ് സ്റ്റാൻസിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ അമ്പിളിമാമന്റെ ചന്ദ്രന്റെ ആ ഒരു ഭംഗിയെ കുറിച്ചിട്ടും മൂണിന്റെ ലൈറ്റ് ഇഷ്ടപ്പെടുന്നവർ ആരാണ്, മൂണിന്റെ ആ ഒരു ലൈറ്റിന്റെ ഒരു ഭംഗിയെ കുറിച്ചൊക്കെയാണ് നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ, നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് ഫസ്റ്റ് ചാപ്റ്റർ ദ മൂൺ എന്ന പോമില് പറയണത് അല്ലെ. എല്ലാവർക്കും നമ്മുടെ ദ മൂൺ എന്നുള്ള പോം ഇഷ്ടമായില്ലേ? അപ്പൊ നമ്മൾ ഇനി നോക്കുന്നത് ആരാണ് നമ്മുടെ ദ മൂൺ എന്ന പോം എഴുതിയിരിക്കുന്ന ആരാന്ന് നോക്കാം. അബൌട്ട് ദ പോയിറ്റ് ആരാന്ന് നോക്കാം. ഇദ്ദേഹമാണ് ദ മൂൺ എന്നുള്ള പോയം എഴുതിയിരിക്കുന്നത്. റോബർട്ട് ലൂയിസ് സ്റ്റെവൻസൺ. അദ്ദേഹം ജനിച്ചത് 1850-ലാണ്. അദ്ദേഹം മരണപ്പെട്ടത് 1894-ലാണ്. വാസ് എ സ്കോട്ടിഷ് നോവലിസ്റ്റ്, എസ്സേയിസ്റ്റ്, പോയറ്റ് ആൻഡ് ട്രാവൽ റൈറ്റർ. He is best known for works such as Treasure Island, Kidnapped and A Child's Garden of Verses. ഇതൊക്കെ അദ്ദേഹത്തിന് വളരെ പ്രശസ്തമായിട്ടുള്ള വർക്കുകളാണ്, കൃതികളാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ പോയത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോകാം. ലെറ്റ്സ് എക്സ്പ്ലോർ ദ പോയം. പോയത്തിലെ ചോദ്യങ്ങൾ നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം എന്താ?
വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ചെറിയ ചെറിയ ചോദ്യങ്ങളാണ് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, ഹാവ് യു എവർ വാക്ക്ഡ് ഇൻ ദ മൂൺ ലൈറ്റ്, വാട്ട് യു ഫീൽ വെൻ യു സി ദ മൂൺ ഇൻ ദ സ്കൈ. അപ്പൊ ഇവിടെ നിങ്ങൾ ചോദിക്കുകയാണ് കേട്ടോ, 2 ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഹാവ് യു എവർ വാക്ക്ഡ് ഇൻ ദ മൂൺ ലൈറ്റ്, നിങ്ങൾ എപ്പോഴെങ്കിലും, നമ്മളിവിടെ നമ്മുടെ ദ മൂൺ എന്ന പോമിൽ എന്താ പഠിച്ചു, മൂൺ ലൈറ്റിന്റെ ഭംഗിയെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലെ. അതായത് നമ്മുടെ നിലാവെളിച്ചം, മൂൺ ലൈറ്റ് എന്ന് വെച്ചാൽ നിലാവെളിച്ചം, ആ നിലാവെളിച്ചത്തിന്റെ ഭംഗിയെ കുറിച്ചും അത് ആസ്വദിക്കുന്ന ആൾക്കാരെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും, ഇത് നിങ്ങളോടുള്ള ചോദ്യമാണ്, ഹാവ് യു എവർ വാക്ക്ഡ് ഇൻ ദ മൂൺ ലൈറ്റ്, നിങ്ങൾ എന്നെങ്കിലും മൂൺ ലൈറ്റിൽ നടന്നിട്ടുണ്ടോ, അതായത് രാത്രിയിൽ ഒരു മൂൺ ലൈറ്റ് ആ നിലാവൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടന്നിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ആ സമയത്ത് വാട്ട് യു ഫീൽ വെൻ യു സീ ദ മൂൺ ഇൻ ദ സ്കൈ, ആ സമയത്ത് ഇങ്ങനെ ആകാശത്തിൽ എന്ത് കാണുകയാണ്, വട്ടത്തിൽ നല്ല ഷൈൻ ചെയ്ത് നിൽക്കുന്ന മൂണിനെ കാണുമ്പോൾ നിങ്ങൾ എന്താണ് ഫീൽ ചെയ്യുക, നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ആ ഒരു ഫീൽ, ഹാപ്പി ആയിരിക്കുമോ, സാഡ് ആയിരിക്കുമോ, ഇത് നമുക്ക് വേറെ എന്തെങ്കിലും ഫീൽ ചെയ്യുമോ, എന്തായിരിക്കും നിങ്ങൾക്ക് അപ്പോൾ ഫീൽ ചെയ്യുക എന്നാണ് ഇവിടെ ചോദ്യം. അപ്പൊ മൂൺ ലൈറ്റ് ആസ്വദിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അല്ലെ. അപ്പൊ എന്തായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക, വൈൽ ഐ ആം വാക്കിംഗ് ത്രൂ മൂൺ ലൈറ്റിലൂടെ ഞാൻ നടന്ന സമയത്ത് when I see the moon in the sky I feel so calm and happy, ഒരുപാട് നമുക്ക് ഒരു ആശ്വാസം, എന്തോ ഒരു ആശ്വാസം, അതുപോലെ ഒരു ഹാപ്പിനെസ് ഒക്കെ നമുക്ക് തോന്നും എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കുള്ള ഫീലിംഗ് ആണ് ഇവിടെ എഴുതേണ്ടത്. മൂൺ ലൈറ്റിലൂടെ നടക്കുന്ന സമയത്ത് എന്തായിരിക്കും ഫീൽ ചെയ്യുക, അതാണ് ഇവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി മൂൺസ് ഫേസ് കമ്പയർഡ് ടു. ഇവിടെ നമ്മുടെ പോയറ്റ് മൂണിന്റെ ഫേസ് എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, താരതമ്യം ചെയ്യുന്നത് എന്തുമായിട്ടാണ്. നമ്മുടെ ഫസ്റ്റ് ലൈൻ, നമ്മുടെ പോമില് ഫസ്റ്റ് ലൈനിൽ തന്നെ പറയുന്നുണ്ട്, മൂണിന്റെ ഫേസ് എന്തുമായിട്ടാണ് പോയിട്ട് കമ്പയർ ചെയ്യുന്നത്. മൂൺസ് ഫേസ് ഇസ് കമ്പയർഡ് ടു ദ ക്ലോക്ക് ഇൻ ദ ഹാളിൽ തൂക്കിയിട്ടിരിക്കുന്ന ക്ലോക്ക് പോലെയാണ് മൂണിന്റെ ഫേസ് എന്നാണ് പോയറ്റ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ, വേർ അക്കോർഡിംഗ് ടു ദ പോയറ്റ് ഡു ബേർഡ്സ് സ്ലീപ്പ് അറ്റ് നൈറ്റ്. അപ്പൊ പോയറ്റ് എന്താ പറയുന്നത്, നമ്മുടെ പോമില് പോയറ്റ് എങ്ങനെയാണ് പറയുന്നത്, ബേർഡ്സ് രാത്രി സമയങ്ങളിൽ എവിടെ ഉറങ്ങുന്നു എന്നാണ് പോയറ്റ് പറയുന്നത്. അക്കോർഡിംഗ് ടു ദ പോയറ്റ് ബേർഡ്സ് സ്ലീപ്പ് ഇൻ ദ ഫോക്സ് അല്ല, ഫോക്സ് ആണ് കേട്ടോ, ഇത് FORKS ആണ്. നമ്മളെ ചിത്രം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, എന്താണ് ഫോർക്സ് എന്നൊക്കെ നമ്മൾ കാണിച്ചു തന്നില്ലേ, 2 മരങ്ങളുടെ ചില്ലകൾ ചേരുന്ന ഒരു ഭാഗം, ബ്രാഞ്ചസ് ചേരുന്ന ആ ഒരു ഇങ്ങനെയുള്ള ഒരു ഭാഗം ഉണ്ടാവും, ആ ഒരു ഭാഗമാണ് ഫോർക്സ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെയാണ് ബേർഡ്സ് ഉറങ്ങുന്നു എന്നാണ് പോയിന്റ് പറയുന്നത്. ആൻഡ് വേർ ഡസ് ദ മൂൺ ഷൈൻ ആൻഡ് സ്പ്രെഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ബീംസ്. അപ്പൊ എവിടെയൊക്കെയാണ് നിലാവെളിച്ചം തട്ടുന്നത്, എവിടെയൊക്കെയാണ് നമ്മുടെ മൂണിന്റെ ബ്യൂട്ടിഫുൾ ബീംസ് വന്ന് തട്ടുന്നത്, എവിടെയൊക്കെയാണ് എന്നാണ് പറയുന്നത്. മൂൺ ഷൈൻ ആൻഡ് സ്പ്രെഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ബീംസ് ഓൺ ദ thieves on the garden wall, on streets and fields and harbor quays, on the birds sleeping in the forks of the trees. ഇവിടെ എല്ലാം തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ നിലാവെളിച്ചം വന്ന് തട്ടുന്നുണ്ട്. ആൻഡ് why could the dog be howling by the door of the house. അപ്പോൾ രാത്രി സമയങ്ങളിൽ എന്തിനായിരിക്കും വീടിന്റെ പുറത്ത് നിന്നിട്ട് ഡോഗ്സ് ഹൗൾ ചെയ്യുന്നത്, ഓരിയിടുന്നത് എന്തിനായിരിക്കാം. The dog might be howling by the door of the house because it enjoys the moonlight. ചിലപ്പോൾ അത് മൂൺലൈറ്റ് എൻജോയ് ചെയ്യുകയായിരിക്കാം അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which are the creatures that like to spend time in the moonlight. അപ്പോൾ രാത്രി സമയങ്ങളിൽ മൂൺലൈറ്റിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന, ആ നിലാവെളിച്ചത്തിൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ജീവികൾ ഏതൊക്കെയാണ്. നമ്മുടെ സെക്കൻഡ് സ്റ്റാൻസിൽ, നമ്മുടെ പോമിലെ 2ാമത്തെ സ്റ്റാൻസിൽ നമ്മൾ പറയുന്നുണ്ട് ആരൊക്കെയാ. The creatures that like to spend time in the moonlight are the cat, mouse, dog and bat. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ലോങ് ഡു ദ ഫ്ലവേഴ്സ് ആൻഡ് ചിൽഡ്രൻ സ്ലീപ്പ് ആൻഡ് ടേക്ക് റെസ്റ്റ്. എത്ര നേരമാണ് ഫ്ലവേഴ്സും ചിൽഡ്രൻ ഒക്കെ ഉറങ്ങാറുള്ളത്, റെസ്റ്റ് എടുക്കാറുള്ളതാണ് ചോദ്യം. എത്ര നേരം ഉറങ്ങുന്ന പറഞ്ഞിരുന്നത് നമ്മുടെ ലാസ്റ്റ് സ്റ്റാൻസിൽ പറയുന്നുണ്ട് അല്ലെ. ദ ഫ്ലവേഴ്സ് ആൻഡ് ചിൽഡ്രൻ സ്ലീപ്പ് ആൻഡ് ടേക്ക് റെസ്റ്റ് അൺടിൽ മോർണിംഗ് വെൻ ദ സൺ റൈസ്. അടുത്ത ദിവസം സൂര്യൻ ഉദിക്കുന്നത് വരെ എന്ത് ചെയ്യുന്നു, ഉറങ്ങുന്നു കുട്ടികളും ഫ്ലവേഴ്സും. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ പോമില്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ 4 ആക്ടിവിറ്റീസ് ആണ് നോക്കാൻ പോകുന്നത്. 4 ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. ആക്ടിവിറ്റി 1, ലുക്ക് അറ്റ് ദ വേർഡ്സ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ സൗണ്ട്സ് മെയ്ഡ് ബൈ ആനിമൽസ്. നമ്മുടെ പോമില് 2ാമത്തെ സ്റ്റാൻസിൽ നമ്മൾ ഒരു ആനിമൽസ് ഉണ്ടാക്കുന്ന ശബ്ദങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലെ. അപ്പൊ അത് റിലേറ്റ് ചെയ്താണ് നമ്മുടെ ആക്ടിവിറ്റി 1. ദ ചിർപ്പിംഗ് ബേർഡ്സ് എന്ന് വെച്ചാൽ ബേർഡ്സ് ഉണ്ടാക്കുന്ന ഒരു കലപില എന്നുള്ള ഒരു ശബ്ദം, ആ ബേർഡ്സ് ഉണ്ടാക്കുന്ന ശബ്ദമാണ് ചിർപ്പിംഗ് എന്ന് പറയുക. ദ ട്രംപേറ്റിംഗ് എലിഫന്റ്സ്, അതുപോലെ ആനകൾ, എലിഫന്റ് എന്ന് വെച്ചാൽ അറിയാലോ ആനകൾ അല്ലെ, ആനകൾ ഉണ്ടാക്കുന്ന ആ ചിഹ്നം വിളിക്കുക എന്ന് പറയുന്നത് മലയാളത്തിൽ, അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം ട്രംപേറ്റിംഗ് എന്നാണ് പറയുക. അപ്പൊ ഇതൊക്കെ എന്താണ്, ഓരോ ക്രിയേച്ചേഴ്സ് ഉണ്ടാക്കുന്ന
ശബ്ദങ്ങളെ ഓരോ പേരുകളുണ്ട്. അവരുണ്ടാക്കുന്ന സൗണ്ട്സിന് പറയുന്ന ഓരോ നെയിം ഉണ്ട്. നമ്മൾ പറഞ്ഞ ഹൗളിംഗ് ഡോഗ് അല്ലെ, അതൊക്കെ എന്താണ് ആ ഒരു സൗണ്ടിന് പറഞ്ഞ നെയിംസ് ആണ്. ആൻഡ് ദർ ആർ സിമിലർ വേർഡ്സ് ഇൻ ദ പോയം അല്ലെ. സിമിലർ വേർഡ് ഇതുപോലെ തന്നെ ഒരുപാട് വേർഡ്സ് നമ്മുടെ പോമിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ദാറ്റ് ഡിസ്ക്രൈബ് ദ സൗണ്ട്സ് മെയ്ഡ് ബൈ ദ ആനിമൽസ്. പിക്ക് ഔട്ട് ദോസ് വേർഡ്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. അപ്പൊ അത് കണ്ടെത്തുക, അതിവിടെ എഴുതാനാണ് പറയുന്നത്. ഏതൊക്കെ നമ്മൾ പഠിച്ചത്? ദ സ്ക്വെല്ലിംഗ് കാറ്റ്, സ്ക്യൂക്കിംഗ് മൗസ്, ഹൗളിംഗ് ഡോഗ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 2, മാച്ച് ദ phrases in column A with those in column B and make complete sentence. അപ്പോൾ ഇവിടെ കോളം എയും കോളം ബിയും ചേരുമ്പോൾ ഒരു സെന്റൻസ് ആവും. അപ്പോൾ കറക്റ്റ് സെന്റൻസ് ആക്കി കറക്റ്റായി മാച്ച് ചെയ്ത് സെന്റൻസ് ഒക്കെ എഴുതാനാണ് പറയുന്നത്. ഫസ്റ്റത്തെ ദ തീസ് എന്ത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്? ഇസ് ഹൗളിംഗ് ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ്. വീടിന്റെ മുന്നിൽ നിന്നും ഓരിയിടുക. ലൈസ് ഇൻ ബെഡ് അറ്റ് നൂൺ, ഉച്ച സമയത്ത് ഉറങ്ങുന്നത്. സ്ലീപ് ടിൽ ദ സൺറൈസ്, സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങുക. ആർ ഓൺ ദ ഗാർഡൻ വാളിൽ നിൽക്കുക അല്ലെ. നമ്മൾ കള്ളന്മാര് മതിൽ ചാടി വരുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ദ തീസ് ആർ ഓൺ ദ എവിടെയാണുള്ളത്? ഗാർഡൻ വാളിൽ. നെക്സ്റ്റ് ദ ബേർഡ്സ് എന്ത് ചെയ്യുന്നു? ബേർഡ്സ് എവിടെയാണ്? ആർ അസ്ലീപ് ഇൻ ദ ഫോക്സ് ഓഫ് ദ ട്രീസിന്റെ ഫോക്കിൽ കിടന്ന് ഉറങ്ങുകയാണ് അല്ലെ, അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ് ബേർഡ്സ്. ദ ബാറ്റ് എന്ത് ചെയ്യുന്നു? The bat lies in bed at noon. The dog എന്ത് ചെയ്യുന്നു? The dog is howling by the door of the house. The children sleep till the sunrise. അപ്പൊ അത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്തിട്ട് ഇവിടെ സെന്റൻസ് ആക്കിയിട്ട് ഇതുപോലെ എഴുതുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 3. Here are some balloons. Some are red. ഇവിടെ കുറച്ച് ബലൂൺസ് കാണുന്നില്ലേ? അതിലെ 2 ബലൂൺസ് റെഡ് ആണ്. എന്താ റെഡ് ബലൂൺസിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. Some are green. കുറച്ചെണ്ണം ഗ്രീൻ ഉണ്ട് അല്ലെ. റൈമിംഗ് വേർഡ്സ് ആർ ഗിവൺ ഓൺ ദ ഗ്രീൻ ബലൂൺസ്. അപ്പൊ ഗ്രീൻ ബലൂൺസിൽ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ റൈമിംഗ് വേർഡ്സ് എഴുതുന്നത്. അപ്പൊ എല്ലാ കൂട്ടർക്കും റൈമിംഗ് വേർഡ്സ് എന്താണെന്നൊക്കെ അറിയാലോ അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് റൈമിംഗ് വേർഡ്സ്. നമ്മളിപ്പോൾ പോം ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ തീർച്ചയായും റൈമിംഗ് വേർഡ്സ് ഉണ്ടാവും. ആ ലാസ്റ്റ് ലൈൻസിന്റെ ലാസ്റ്റ് ഭാഗങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. പ്രൊനൗൺസിയേഷൻ ഒരേപോലെ ആയിരിക്കും, ഉച്ചാരണം ഒരേപോലെ ആയിരിക്കും, പക്ഷെ സ്പെല്ലിംഗ് ഡിഫറെന്റ് ആയിരിക്കും റൈമിംഗ് വേർഡ്സിന്റെ. ഇവിടെ എന്താ നമ്മൾ പഠിച്ച ദ മൂന്ന് പോമിലും കുറെ റൈമിംഗ് വേർഡ്സ് ഉണ്ട്. അപ്പൊ റൈമിംഗ് വേർഡ്സ് ആർ ഗിവൺ ഓൺ ദ ഗ്രീൻ ബലൂൺസ്. ഇവിടുത്തെ ഗ്രീൻ ബലൂൺസ് തന്നിരിക്കുന്നതാണ് റൈമിംഗ് വേർഡ്സ്. ദ വേർഡ്സ് ഓൺ ദ റെഡ് ബലൂൺസ് ഡു നോട്ട് റൈം. ഈ റെഡ് ബലൂണിൽ തന്നിരിക്കുന്നത് റൈമിംഗ് വേർഡ്സ് അല്ല. ആഡ് റൈമിംഗ് വേർഡ്സ് ഓൺ ദ ഗ്രീൻ ബലൂൺസ് ഫ്രം ദ പോം. അപ്പൊ നമ്മുടെ പോമിലുള്ള റൈമിംഗ് വേർഡ്സ് ആണ് ഇവിടെ എഴുതേണ്ടത്. ഒരു പെയർ ഇവിടെ എഴുതിയിട്ടുണ്ട്, നമ്മുടെ ക്വയർസും ട്രീസും എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ എഴുതുന്നത് ഹോളിന്റെ റൈമിംഗ് വേർഡ് ഏതാണ് നമുക്ക് പോമിലുള്ളത്? വോള്. പിന്നെ ഡേയുടെ ഡേ. ബാക്കിയുള്ള പെയർസ് എഴുതുക. മൗസ്, ഹൗസ്, നൂണ്, മൂണ്, ഐസ്, എറൈസ്. ഓക്കെ, ഇതാണ് റൈമിംഗ് വേർഡ്സ്. നമ്മുടെ പോമിൽ പഠിച്ച റൈമിംഗ് വേർഡ്സ് ഇതാണ്. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി, നമ്മുടെ ദ മൂൺ എന്നുള്ള ചാപ്റ്ററിന്റെ ലാസ്റ്റത്തെ പ്രവർത്തനമാണ് ആക്ടിവിറ്റി 4. കളക്ട് സിമിലർ നേച്ചർ പോയിന്റ്സ്. അപ്പൊ നമ്മൾ പഠിച്ചത് ദ മൂൺ എന്നുള്ള പോയം നമ്മുടെ പോം എന്ന് പറയുന്നത് ഒരു നേച്ചർ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു പോമാണ്, ഒരു കവിതയാണ് അല്ലെ. റൈറ്റ് വൺ ഓഫ് ദം ബിലോ ആൻഡ് റിസൈറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. അപ്പൊ അതുപോലത്തെ ഒരു നേച്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോം കണ്ടെത്തി എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? അല്ലെങ്കിൽ ഉണ്ടാക്കി എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യുക? അത് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു പോം, ഓൾറെഡി ഉള്ള ഒരു പോം ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് സ്വന്തമായി ഉണ്ടാക്കി എഴുതാൻ അറിയുമെങ്കിൽ എന്ത് ചെയ്യുക? അങ്ങനെ എഴുതാം, ഒരു പോം എഴുതുക. ഓക്കെ, അതാണ്. അപ്പൊ അതുപോലെ അതാണ് നമ്മുടെ ആക്ടിവിറ്റി 4 എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി. അപ്പൊ നമ്മുടെ 4 ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ എന്താ പഠിച്ചത്? മൂണിനെ കുറിച്ച് പഠിച്ചു അല്ലെ. നമ്മുടെ മൂന്നുള്ള ഒരു പോം പഠിച്ചു. മൂന്നുള്ള പോമിൽ എന്താ പഠിച്ചത്? നമ്മുടെ പ്രകൃതി, നേച്ചറിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്, ആ നേച്ചറിന്റെ ഭംഗിയെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലെ. നേച്ചർ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണ് എന്നൊക്കെ നമുക്ക് മൂന്നുള്ള പോം വായിക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ എന്താ പഠിച്ചത്? കുറച്ച് ക്വസ്റ്റ്യൻസ്, പോം എന്നുള്ള പോം റിലേറ്റ് ചെയ്തിട്ടുള്ള, മൂന്നുള്ള പോം റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. അതേപോലെ തന്നെ 4 ആക്ടിവിറ്റീസും ആണ് ചെയ്തത്. 4 ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ആക്ടിവിറ്റി 4ന്റെ ആണ് എഴുതിയിരിക്കുന്നത്. ആക്ടിവിറ്റി 4ന്റെ ആ ഒരു പോം നമ്മൾ കളക്ട് സിമിലർ നേച്ചർ പോംസിൽ ഓൾറെഡി ഉള്ള ഒരു പോമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ പോം എഴുതിയിരിക്കുന്നത് വില്യം വേർഡ്സ്വർത്ത് ആണ്. പേരെന്താണ്? പോമിന്റെ പേര് മൈ ഹേർട്ട് ലീഡ്സ് അപ്പ്. My heart leaps up when I behold a rainbow in the sky. So was it when my life began. So is it now I am a man. So be it when I shall grow old. Or let me die, the child is father of the man. And I could wish my days to be bound each to each by nature by pity. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? നേച്ചറിനെ കുറിച്ച് പറയുന്ന വളരെ ഒരു മനോഹരമായിട്ടുള്ള ഒരു പോമാണ്. അപ്പൊ ഇതുപോലെയുള്ള പോംസ് കളക്ട് ചെയ്ത് എഴുതുക.
അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ദ മൂന്നുള്ള നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ എല്ലാ കൂട്ടർക്കും ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ ഇംഗ്ലീഷ് മാത്രമല്ല നമ്മുടെ എല്ലാ സബ്ജക്ട് ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കൂട്ടുകാർക്കുള്ള ആവശ്യമുള്ള ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്